പീരുമേട്ടിൽ അമ്മയെയും മകളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയുടെ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. കേസിലെ ഒന്നാം പ്രതി രാജേന്ദ്രന്റെ വധശിക്ഷയാണ് കോടതി ശരിവെച്ചത്. രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിട്ടു. 2007 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പീരുമേട് 57-ാം മൈലിൽ താമസിച്ചിരുന്ന 55 വയസ്സുള്ള സ്ത്രീയെയും 22 വയസ്സുള്ള മകളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിലെ ഒന്നാം പ്രതി രാജേന്ദ്രന്റെ വധശിക്ഷയാണ് നിലവിൽ ഹൈക്കോടതി ശരിവെച്ചത്. രണ്ടാം പ്രതി ജോമോനെ കോടതി വെറുതെ വിട്ടു. പ്രതികൾക്ക് ഇരകളെ വ്യക്തിപരമായി അറിയുകയോ ശത്രുതയോ ഇല്ലായിരുന്നു. രാജേന്ദ്രനും ജോമോനും തങ്ങൾ ജോലി ചെയ്യുന്ന കരിങ്കൽ ക്വാറിയിൽ ജോലി വാഗ്ദാനം ചെയ്ത വീടാന്തരം കയറിയിറങ്ങി. ഏതൊക്കെ വീടുകളിലാണ് പുരുഷ അംഗങ്ങൾ ഉള്ളതെന്ന് നിർണയിക്കുകയായിരുന്നു ലക്ഷ്യം. ഡിസംബർ 2-ാം തീയതി രാത്രി 10:30-യോടെയാണ് ഇരുവരും കൊല്ലപ്പെട്ടവരുടെ വീട്ടിലെത്തിയത്. ഇരുവരും വീടിന്റെ വാതിൽ തകർത്താണ് അകത്തു കടന്നത്. പ്രതികൾ രണ്ടുപേരും വീടിനുള്ളിൽ കയറിയ ശേഷം അമ്മയെയും മകളെയും ബലാത്സംഗം ചെയ്തു. തുടർന്ന് ഇരുവരെയും മർദ്ദിച്ചു. പ്രതികൾ മൃതദേഹങ്ങൾ പോലും ദുരുപയോഗം ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവം നടക്കുമ്പോൾ മകളുടെ 7 മാസം പ്രായമുള്ള മകൻ വീട്ടിലുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം കുട്ടിയുടെ തൊട്ടിലടക്കം വീട്ടിലെ വസ്ത്രങ്ങളെല്ലാം ഇരുവരും കത്തിച്ചു. പിറ്റേ ദിവസമാണ് സംഭവം പുറം ലോകമറിയുന്നത്. കേസിലെ ഒന്നാം പ്രതി രാജേന്ദ്രൻ വേറെയും കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തമിഴ് യുവതിയെ ഉറക്കത്തിൽ കൊലപ്പെടുത്തിയതിനും ബലാത്സംഗം ചെയ്തതിനുമാണ് ഇയാളെ വിചാരണ ചെയ്തത്. ഇരട്ട കൊലപാതകത്തിന് 1 മാസം മുമ്പായിരുന്നു ഈ സംഭവം. ഈ കേസുകൾ തമ്മിലുള്ള സാമ്യമാണ് പോലീസിനെ രാജേന്ദ്രനിലേക്ക് എത്തിച്ചത്.